ഹായ് ഹലോ വെൽക്കം യു ആൾ ടു ബിഗ് ലേണിംഗ്. ഐ എം കാവ്യ. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്പേഷൻ ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാ മേഖലയിലുള്ളവരെയും മോൾഡ് ചെയ്തെടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. സോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അറ്റൻഡിങ് ടു പീപ്പിൾ നീഡ്സ്, എക്സ്പീരിയൻസസ് ആൻഡ് ഫീലിംഗ് ആണ് അല്ലെ. ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് ഓരോരുത്തർക്കും ആവശ്യാനുസരണം എന്താണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള കുട്ടികളാണ് വരുന്നത് അല്ലെ. ഒരു കുട്ടി മറ്റൊരു കുട്ടിയിൽ നിന്നും തീർത്തും യുണീക്ക് ആയിരിക്കും. ഒരു ടാലന്റ് ഉള്ള കുട്ടിയായിരിക്കില്ല നമ്മൾ വീണ്ടും കാണുന്നത് അല്ലെ. ദ ഡിഫർ ഇൻ ദിയർ ടാലൻസി, ദ ഡിഫർ ഇൻ ദിയർ ക്രിയേറ്റിവിറ്റി ആൻഡ് എവ്രിതിങ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശരിക്കും സ്പെൽ ഔട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ആരാണ് അവിടെ മിറാക്കിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ബൈ ദ ടീച്ചർ അല്ലെ. ടീച്ചറാണ് ഏറ്റവും കൂടുതൽ മിറാക്കിൾസ് കുട്ടികളുടെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു സോഷ്യൽ പ്രോസസ് ആണ്. അതായത് നമ്മുടെ സൊസൈറ്റിയുമായി വളരെ കൊളാബറേറ്റഡ് ആയിട്ട്, വളരെ ബ്ലെൻഡഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. കാരണം ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിനെ ഗ്രേറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ കോൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താ, വളരെ വളരെ ബ്ലെൻഡഡ് ആയിട്ടുള്ള, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബേസിക്കലി നമ്മൾ പറഞ്ഞു ഈ പൊളിറ്റിക്കൽ, അതാണ് ഞാൻ ഇവിടെ വീണ്ടും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. പല സൊസൈറ്റിയിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ ആ ഇഷ്യൂസിനെ എങ്ങനെ പരിഹരിക്കാം, എങ്ങനെ മുന്നോട്ട് പോകാം, ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അപ്പൊ അവിടെ ആർക്കാണ് ഗ്രേറ്റ് റോൾ എന്ന് പറയുന്നത്? വി ആസ് എ ടീച്ചർ ആണ് അല്ലെ. കാരണം ടീച്ചർ എല്ലാ കപ്പാസിറ്റീസും കുട്ടികളിൽ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടാലൻസി എന്താണ് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും ആര് തന്നെയാണ്? ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണ്. ഇനി നമ്മള് നേച്ചർ ഓഫ് ടീച്ചിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒന്ന് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ്. അതായത് നമ്മൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? വളരെ ലളിതമായിട്ടുള്ള കാര്യം പറഞ്ഞ് വളരെ കോംപ്ലക്സ് ഫോമിലേക്ക് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് സിമ്പിൾ ടു കോംപ്ലക്സ് ആണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫ്രെയിംവർക്കിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് നോൺ ടു അൺനോൺ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന്, അതായത് കുട്ടികൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ബേസിക്കലി അറിയാം, അതായത് നമ്മളെ സ്കൈയിനെ കുറിച്ച് അറിയാം അല്ലെ. അപ്പം സ്കൈയിനെ കുറിച്ച് അറിയുമോ ചോദിച്ചാൽ ഏത് ചെറിയ കുട്ടിയായാലും പറയും അമ്പിളിമാമൻ എന്ന് പറയൂ അല്ലെ. അപ്പൊ അതെന്താ, ആ കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ കുട്ടിയോട് നമ്മൾ പറയുന്നു ആകാശം എന്ന് പറയുമ്പോൾ അവിടെ വെറും എന്തല്ല, അമ്പിളിമാമ മാത്രല്ല ഉള്ളത്, അവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്. എന്നിട്ട് നമ്മൾ പ്ലാനറ്റ്സിനെ കുറിച്ചും അങ്ങനെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. സ്മോൾ ടു ലാർജ്, നമ്മൾ എപ്പോഴും കുഞ്ഞു കാര്യത്തിൽ നിന്ന് വലിയ കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മൊത്തത്തിൽ ഒരു വലിയ, നമ്മളെ വേൾഡ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ, നമ്മൾ ഇത്രയും പ്ലാനറ്റ്സ് ഉണ്ട്, ഈ പ്ലാനറ്റ്സ് എല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ കുട്ടി ആദ്യം തന്നെ അയ്യോ ഇത്രയും പ്ലാനറ്റ്സിന്റെ പേര് പഠിക്കണോ, അപ്പൊ ഇത്രയും പ്ലാനറ്റ്സിന്റെ പേര് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓർക്കം വരുമല്ലോ എന്ന് കുട്ടികളെ ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, വളരെ ബ്ലെൻഡഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ വേണം ടീച്ചിങ് ലേണിംഗ് എൻതൂസിയാസ്റ്റിക് ആക്കാൻ. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, വളരെ കോൺക്രീറ്റ് ആയിട്ട് കണ്ടന്റ് പറഞ്ഞിട്ട് വേണം അബ്സ്ട്രാക്ട് മെത്തേഡിലേക്ക് പോകാൻ. അതായത് കുട്ടിയുടെ മൈൻഡിൽ എപ്പോഴും നമ്മൾ പറയുന്ന എക്സ് ഓർ വൈ കോൺസെപ്റ്റ് ബ്ലെൻഡഡ് ആയിരിക്കണം, സ്റ്റോർഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവാനുള്ള സാധ്യതയില്ല, ഡെവലപ്മെന്റിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന എക്സ് ഓർ വൈ കോൺസെപ്റ്റ് ആയിക്കൊള്ളട്ടെ, അത് വളരെ ബ്ലെൻഡഡ് ആയി കുട്ടിയുടെ മൈൻഡിൽ എപ്പോഴും എന്തായിരിക്കണം, സ്റ്റോർഡ് അപ്പ് ആയിരിക്കണം.
സെൽഫ് സ്റ്റഡി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതായത് കുട്ടി നമ്മളിപ്പോ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കും, ഇപ്പൊ ട്യൂഷനിലെ കുട്ടികളാണെങ്കിൽ ട്യൂഷനും പഠിക്കും. എന്നിരുന്നാലും സ്വന്തമായി പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹോൾ ടു പാർട്ട് മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പോർഷൻസിലേക്ക് പോകും. അപ്പൊ നമ്മൾ പറയാ ഹ്യൂമൻ ബോഡിയെ കുറിച്ച് മൊത്തം പറയുന്നു, ദിസ് ഇസ് അവർ ഹ്യൂമൻ ബോഡി. എന്നിട്ട് നമ്മൾ പറയാ സി ലുക്ക്, ഇതാണ് നമ്മളുടെ ഹാൻഡ് അല്ലെങ്കിൽ ഹാൻഡ്സിന് ഇങ്ങനെയാണുള്ളത്. അപ്പൊ മൊത്തത്തിലുള്ള കോൺസെപ്റ്റ് പറഞ്ഞിട്ട് വി ആർ മൂവിങ് ഓൺ ടു പാർട്ട്. നെക്സ്റ്റ് ഇസ് ഇമ്പീരിയൽ ടു റാഷണൽ. ഇമ്പീരിയൽ ആയിട്ട് പറഞ്ഞ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ കുട്ടിയോട് ചിന്തിക്കാനായി പറയുക. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, നോർമൽ ആയിട്ടുള്ള കണ്ടന്റ് ആ കുട്ടി പഠിച്ചല്ലോ, എന്നിട്ട് പിന്നെ ചിന്തിക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. അനാലിസിസ് ടു സിന്തസൈസ്. കുട്ടികളിൽ എപ്പോഴും നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ അനാലിറ്റിക്കൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ ജനറേറ്റ് ചെയ്യണം. കാരണം കുട്ടി ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആദ്യം ജനറേറ്റ് ചെയ്യണം, കുട്ടികളിൽ ജനറേറ്റ് ചെയ്യണം. ഫോളോ നേച്ചർ. എപ്പോഴും നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഒരു നേച്ചർ ഓഫ് കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരു നല്ല ടീച്ചർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളവരായിരിക്കണം. ഒന്ന്, നമുക്ക് ആദ്യമായി വേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനോട് ഒരു സ്നേഹം ഉണ്ടായിരിക്കണം അല്ലെ. സപ്പോസ് നമുക്ക് നമ്മുടെ സബ്ജക്ട് ഇഷ്ടമല്ല, വേറെ ജോലിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ടീച്ചിങ് എടുത്തു എന്നാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, പാഷനേറ്റ് ആയിരിക്കില്ല അല്ലെ. ബട്ട് ഈ വെൻ യു ആർ പാഷനേറ്റ് ഓൺ എ പെർട്ടിക്കുലർ സബ്ജക്ട്, അല്ലെങ്കിൽ ഈവൻ സർട്ടൻ സിറ്റുവേഷൻസ് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, വേറെ ഓപ്ഷൻ ഇല്ല, ഐ എം ഗോയിങ് ഓൺ ഫോർ ദിസ് പെർട്ടിക്കുലർ പ്രൊഫഷൻ ആണെങ്കിൽ യു ആർ നോട്ട് പാഷനേറ്റ്, റൈറ്റ്. അപ്പൊ നമ്മൾ പാഷനേറ്റ് ആവുമ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിനോടൊരു സ്നേഹം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം അല്ലെ. നമ്മള് കണ്ടന്റ് പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഒറിജിനേറ്റീവ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇറ്റ് വുഡ് ക്രിയേറ്റ് ഡിഫിക്കൽറ്റി. കുട്ടികളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. കുട്ടിക്ക് എന്തറിയാം, കുട്ടിക്ക് ഏത് കോൺസെപ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ആ കണ്ടന്റ് പ്ലെയിൻലി, അതായത് ഒരു ഫാബ്രിക്കേഷനും ഇല്ലാതെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇൻഡിപെൻഡൻസ് വേണം, അതായത് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റണം വാട്ട് ഈസ് ദിസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നതിനെ കുറിച്ച് കുട്ടിക്ക് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള നോളേജ് നമുക്ക് കൊടുക്കാൻ പറ്റണം. അല്ലാതെ കുട്ടിയിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നില്ല, കുട്ടിയിൽ ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട് എന്താ കാര്യം, യാതൊരു കാര്യവുമില്ല. അതേപോലെ തന്നെ എന്താണ് മാറി വരുന്ന സാഹചര്യം, എന്താണ് ഡിമാൻഡ് സിറ്റുവേഷൻസ് വരുന്നത്, എങ്ങനെയാ പോപ്പപ്പ് ചെയ്യേണ്ടത്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ഹാവ് ടു ഡ്വെൽ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ്. അപ്പൊ 10 പ്രിൻസിപ്പിൾസ് ആണ് ടീച്ചിങ്ങിൽ ഉള്ളത്. ഫസ്റ്റ് വൺ, കെയർ അബൌട്ട് ഹെൽപ്പിംഗ് യുവർ കിഡ്സ് ടു ഡു ദ ബെസ്റ്റ് ദാറ്റ് ദേ ക്യാൻ. ഒരു നല്ല ടീച്ചർ എന്ന് പറയുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും അല്ലെ. കാരണം നമ്മളിപ്പം ഒരു 7 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ അതിനെ മോൾഡ് ചെയ്യണമെന്ന്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടി ഈസ് ഫ്രഷ് ഓൾവേസ്, റൈറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എപ്പോഴും ഒരു ഫ്രഷ് കാൻഡിഡേറ്റ് തന്നെയാണ്. അപ്പൊ ഓരോ കുട്ടികളുടെ അടുത്ത് നിന്നും നമ്മൾ സാധാരണ ടീച്ചർമാർ നമ്മളോടൊക്കെ പറയണ കേൾക്കാറുണ്ട്, ഇത് നിന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ നിന്റെ അടുത്തുനിന്ന് ഇത്രയും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ നിന്റെ അടുത്തുനിന്ന് ഇതിലും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, മോനെ മോളെ എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. വൈ ഈസ് ദാറ്റ് ഹാപ്പനിങ്? കാരണം there is an expectation always by teachers, അല്ലെ. ടീച്ചേഴ്സ് ഒരുപാട് എക്സ്പീരിയൻസസ് ഉള്ളവരാണ്, ഒരുപാട് സാഹചര്യങ്ങളെ കണ്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ടീച്ചിങ് എക്സ്പീരിയൻസസ് വരുമ്പോൾ ഇറ്റ്സ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് ടു ദം. അപ്പൊ കുട്ടികൾ എടുത്തു നിന്ന് എന്ത് ചെയ്യും, അവര് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കും. നെക്സ്റ്റ് ഇസ് അണ്ടർസ്റ്റാൻഡ് ബട്ട് ഡോണ്ട് എക്സ്ക്യൂസ് യുവർ സ്റ്റുഡൻസ്. അതായത് കുട്ടികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള കുട്ടികളായിരിക്കും അല്ലെ. അപ്പൊ ആ കുട്ടികൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. ആസ് എൻ അധ്യാപിക നമ്മൾ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാവുമ്പോൾ നമ്മൾ തന്നെയാണ് തിരിച്ചറിയുന്നത്. നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരാ അറിയാം, നമ്മൾ തന്നെയാണ് അത് എന്ത് ചെയ്യേണ്ടത്, തിരികൊളുത്തേണ്ടത്. കുട്ടികളെ മനസ്സിലാക്കാനായി ശ്രമിക്കുക. ഒരു കുട്ടി ക്ലാസ്സിൽ ലേറ്റ് ആയി വരുന്നു, ആ കുട്ടിയെ പിടിച്ച് പുറത്താക്കല്ല വേണ്ടത്, മറിച്ച് എന്താ, എന്തുകൊണ്ട് ക്ലാസ്സിൽ ലേറ്റ് ആയി വന്നു, യു ഷുഡ് നോ ദ റീസൺ. അപ്പൊ ആ റീസൺ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ കുട്ടി വേറെ എവിടെയെങ്കിലും ജോലിക്ക് പാർട്ട് ടൈം പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ലേറ്റ് ആയി വരുന്നത്, ഓക്കെ, എക്സ്ക്യൂസബിൾ ആണ്.
ചുറ്റിക്കറങ്ങി നടന്നിട്ടാ വരുന്നത്, അവനെ പിടിച്ച് പുറത്താക്കണം അല്ലെ? കാരണം എന്താ? അവൻ ചുറ്റിക്കറങ്ങി നടന്നിട്ടാ വരുന്നത്. സോ കുട്ടികൾക്ക് എക്സ്ക്യൂസസ് കൊടുക്കാം റയർ സിറ്റുവേഷൻസിൽ. അമ്മ ഹോസ്പിറ്റലിലായിരുന്നു, ഹോംവർക്ക് ചെയ്തില്ല, ഓക്കെ, എക്സ്ക്യൂസബിൾ. കാർട്ടൂൺ കാണുമായിരുന്നു, മറന്നുപോയി ഹോംവർക്ക് ചെയ്യാൻ, ദാറ്റ് ഇസ് അനദർ കേസ്. അപ്പൊ ഓരോ സിറ്റുവേഷൻസും നമ്മൾ ഡ്വെൽ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? അവർക്ക് എക്സ്ക്യൂസസ് പ്രൊവൈഡ് ചെയ്യാൻ. നെക്സ്റ്റ് ബി ക്ലിയർ അബൌട്ട് വാട്ട് യു വാണ്ട് യുവർ സ്റ്റുഡൻസ് ടു ലേൺ. നമുക്ക് വളരെ കട്ടൻട്രി ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോളേജ് ഉണ്ടായിരിക്കണം. ഒരു ക്ലാസ്സിൽ 45 മിനിറ്റ്സോ 30 മിനിറ്റ്സ് വരുമ്പോൾ ആ കുട്ടികൾക്ക് എന്താണ് അത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത്? അതിനാണ് BEd പഠിക്കുന്നവരെ കൊണ്ട് ലെസൺ പ്ലാൻ എഴുതിപ്പിക്കുന്നത്. അതായത് ഒരു കൃത്യമായിട്ട് നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് പ്ലാൻ വരയ്ക്കും. അത് തന്നെയുള്ളൂ ലെസൺ പ്ലാൻ. ഒരു ലെസൺ എടുക്കുന്നതിന് മുമ്പ് പ്ലാൻ വരയ്ക്കുന്നു. സോ നമുക്ക് വളരെ സ്ട്രക്ചറൈസ് ആയി സിസ്റ്റമാറ്റിക് ആയി അറിയണം വാട്ട് വി ഷുഡ് ഡു ദ നെക്സ്റ്റ്. അല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്രൊസീഡ്? വി ക്യാൻ നോട്ട്. നെക്സ്റ്റ് ഇസ് ഡിസമിനേറ്റ് സർഫസ് നോളേജ് ആൻഡ് പ്രൊമോട്ട് ഡീപ്പ് ലേണിംഗ്. ഒരു എഫക്റ്റീവ് ടീച്ചർ ആകുന്ന സമയത്ത് ഡീപ്പ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു കണ്ടസ്റ്റിനെ കുറിച്ച്, ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ഡ്വെല്ലായി വളരെ പെർസ്പെക്റ്റീവ് ആയിട്ട് നോളേജ് ഇല്ലെങ്കിൽ ഹൗ വി ക്യാൻ പ്രൊസീഡ്? നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ കണ്ടന്റിനെ കുറിച്ചും വളരെ ആഴത്തിൽ നമുക്ക് നോളേജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. അതിനാണ് എപ്പോഴും പറയുന്നത് 24/7 ടീച്ചർ ആയിരിക്കണം. അതായത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ആൻഡ് അറൌണ്ട് അസ്, വി മസ്റ്റ് ബി കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. അപ്ഡേറ്റഡ് ആയിരിക്കണം. ടെക്നിക്കൽ നോളേജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മുന്നോട്ടേക്ക് ഇനിയും സഞ്ചരിച്ചേ മതിയാവുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിക്കണമെങ്കിൽ വി ഹാവ് ടു മൂവ് ഇൻ എ വെരി സിസ്റ്റമാറ്റിക് മാനർ. ഗ്രാജുവലി റിലീസ് റെസ്പോൺസിബിലിറ്റി ഫോർ ലേണിംഗ്. നമുക്ക് പലതരത്തിലുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് എന്താണ് ആവശ്യം എന്നതിനെ കുറിച്ച് നമുക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായേ പറ്റുള്ളൂ. ഓരോരുത്തരിലും റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. വാട്ട് ദേ വാണ്ട്, ഇസ് ഇറ്റ് എക്സ് ഓർ വൈ, നമുക്ക് ക്ലിയർ കട്ടായി അറിഞ്ഞിരിക്കണം. ഓരോ കുട്ടിയും, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ കുട്ടിക്കും ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ ഇൻ ദ സെൻസ് എക്സ് ഓർ വൈ റിലേറ്റഡ് വിത്ത് ലേണിംഗ്. ആ കുട്ടികളെ സെൽഫ് സഫിഷ്യന്റ് ആക്കുക, തങ്ങളുടെ കഴിവുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ ഓരോ കുട്ടിയെയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക പറയുന്നത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? വി ആസ് ടീച്ചേഴ്സ്. അടുത്തത് ഗിവ് യുവർ സ്റ്റുഡൻസ് ഫീഡ്ബാക്ക്. കുട്ടി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ? ഓൾ സെറ്റ് ആണോ? മുന്നോട്ടേക്ക് പോകുന്നത്? ഇസ് ഹി ഓർ ഷീ ഗോയിങ് ഇൻ എ കറക്റ്റ് മാനർ? വി ഹാവ് ടു മേക്ക് എ കൺഫർമേഷൻ, അതർവൈസ് വി കൻ നോട്ട് പ്രൊസീഡ്. സോ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടാവണം. ആ കുട്ടി കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്? ഇസ് ദർ എനി ഇംപെർഫെക്ഷൻ? അതിനെക്കുറിച്ച് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു നോളജ് ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുക ഇറ്റ്സ് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. കുട്ടികൾക്ക് മാത്രമല്ല, ഈവൻ പാരന്റ്സിന് കൊടുക്കണം അല്ലെ? കാരണം എന്താ, നമ്മളെ വിശ്വസിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ദാറ്റ് ദ ചൈൽഡ് ഇസ് ലേണിംഗ് ഇൻ എ ഗുഡ് മാനർ. കൃത്യമായിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസംസ് അതേ അറിയണം. പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കണം, സി യുവർ ചൈൽഡ്, ഹി ഓർ ഷീ ഇസ് ലേണിംഗ് ഇൻ എ ഗുഡ് മാനർ, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. വി ഹാവ് ടു മേക്ക് എ കൺഫർമേഷൻ, അതർവൈസ് ദാറ്റ് വുഡ് ക്രിയേറ്റ് പ്രോബ്ലംസ്. ഇൻവോൾവ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ഫ്രം ഈച്ച് അതർ. പിയർ ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴും കുട്ടികളെ എന്ത് ചെയ്യുക? ഒരു ക്ലാസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി വെക്കാതെ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കാനായിട്ട് പഠിപ്പിക്കുക. അതായത് ഒരു കോപ്പറേറ്റീവ് ലേണിംഗ്. ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ട് അവർക്ക് കപ്പാസിറ്റി കൊടുക്കുക. ചിന്തിക്കാനായിട്ടുള്ള കപ്പാസിറ്റി, ഡ്വെൽ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഒരു കാര്യം അറിയില്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ചോദിച്ചു പഠിക്കാൻ ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടോ? അയ്യോ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവോ? അങ്ങനെയല്ല. സിസ്റ്റമാറ്റിക് ആയി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ ജസ്റ്റ് ഷെയർ ആൻഡ് ലേൺ. നമുക്കറിയാം, ഇപ്പൊ എന്നെ പോലെ ആയിരിക്കില്ല വേറെ കുട്ടി ഉണ്ടാവുക, വേറെ കുട്ടിയെ പോലെ ആയിരിക്കില്ല എന്നെ പോലെ ഞാൻ ഉണ്ടാവുക. ചിലപ്പോൾ ആ കുട്ടിക്കുള്ള കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ, ആ കുട്ടിക്ക് മനസ്സിലായ കണ്ടന്റ് എന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് പിയർ ലേണിംഗ്. പിയർ ലേണിംഗും നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചിങ്ങിൽ അണ്ടർടേക്ക് ചെയ്യാം. മാനേജ് യുവർ സ്റ്റുഡൻസ് ബിഹേവിയർ. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? എപ്പോഴും നല്ലൊരു എൻവിറോൺമെന്റിലായിരിക്കും കുട്ടികൾക്ക് നല്ല ക്യാരക്ടർ ബിൽഡിംഗ് നടക്കുന്നത്.
ചുറ്റുപാടും ശരിയല്ല, അല്ലെങ്കിൽ വളരെ ക്ലംസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ കുട്ടികൾ പഠിക്കില്ല. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അസോസിയേറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ്. സോ ദാറ്റ് കുട്ടികളുടെ കഴിവ് നമുക്ക് ഡ്വെല് ചെയ്യാനും കുട്ടികളുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. സോ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നല്ലൊരു കുട്ടിയെ വാർത്തെടുക്കുക പറയുന്നത്. കുട്ടികളിൽ പലതരത്തിലുള്ള ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണും. ആ ബിഹേവിയറൽ ഡിസോർഡേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയുമാണ് ഒരു നല്ല അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന്റെ ലക്ഷ്യം. ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് യു ആർ ഹാവിംഗ് ഓൺ യുവർ സ്റ്റുഡന്റ്. ഇന്ന ടീച്ചറെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ ടീച്ചർ പഠിപ്പിക്കുന്നൊന്നും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ പോരായ്മയാണ് അല്ലെ. കാരണം നമുക്ക് കുട്ടികളിൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അന്ന ടീച്ചറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ആ ടീച്ചർ ഒരുപാട് തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവാ. സോ വളരെ കോൺട്രിബ്യൂട്ടീവായി, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കുട്ടികളെയും ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു നല്ല അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കണ്ടിന്യൂ ലേണിംഗ് വേസ് ദാറ്റ് യു ക്യാൻ ബി ഓഫ് ഈവൻ മോർ ഹെൽപ്പ് ടു മോർ സ്റ്റുഡൻസ്. എപ്പോഴും എങ്ങനെയാ വേണ്ടത്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും മാക്സിമം സപ്പോർട്ടീവ് ആവുന്ന രീതിയിലായിരിക്കണം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറെ എന്തൊക്കെയോ പഠിപ്പിച്ചു കൊടുക്കുന്നു, അവിടെ കുറെ പേര് എന്തൊക്കെയോ പഠിക്കുന്നു, കുറച്ചു പേരൊന്നും പഠിക്കുന്നില്ല, അങ്ങനെയായിട്ട് കാര്യമില്ല. എല്ലാവരിലേക്കും എത്തപ്പെടുന്ന രീതിയിലായിരിക്കണം എന്ത്, നമ്മുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നു. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. എങ്ങനെയായിരിക്കണം ഒരു ടീച്ചർ, അതുപോലെ തന്നെ അതിന്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാമാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. വളരെ ഡുവല്ലായി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത്. സോ നമുക്കിനി 2 ചോദ്യങ്ങൾ പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബട്ട് ആർ ദ ബേസിക് പാരഡിംസ് ഇൻ ക്ലാസ് റൂം ടീച്ചിങ്? ലേണിംഗ് പാരഡിം, ഇൻസ്ട്രക്ഷണൽ പാരഡിം, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദി അബവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. ലേണിംഗ് പാരഡിം, ഇൻസ്ട്രക്ഷണൽ പാരഡിംസ്, അതായത് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും സിദ്ധാന്തങ്ങളുണ്ട് അല്ലെ. പഠിപ്പിക്കുന്നത് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ പഠിക്കുന്നതും ബ്യൂട്ടിഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രൈം റിക്വയർമെന്റ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ഇസ് ടു ഹാവ് ജെന്യുയിൻ ഇൻട്രസ്റ്റ്, നോളേജ് അബൌട്ട് കൺട്രോളിംഗ്, സബ്ജക്ട് നോളേജ്, ഗുഡ് എക്സ്പ്രഷൻ. സബ്ജക്ട് നോളേജ് തന്നെയാ. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം കാര്യമില്ല, കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സബ്ജക്ട് നോളേജ് ഉണ്ടാവണം. ഇപ്പൊ സപ്പോസ് ഞാൻ എക്കണോമിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ എക്കണോമിക്സിൽ ഞാൻ കുറച്ച് ഡ്വല്ല അല്ലെങ്കിൽ ബ്ലെൻഡഡ് അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ പ്രൊസീഡ്? എനിക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സോ എന്താണ്, എന്റെ സബ്ജക്റ്റിൽ ഞാൻ വളരെ കണ്ടന്റ് ഓതറൈസ്ഡ് ആയിരിക്കണം, ഞാൻ വളരെ കോൺഫിഡന്റ് ആയിരിക്കണം. ഇഫ് ദാറ്റ് സോ ഐ ക്യാൻ പ്രൊസീഡ്. സോ ഫ്രണ്ട്സ്, നമ്മൾ എന്നാ ഡിസ്കസ് ചെയ്തത് ടീച്ചിങ്ങിനെ കുറിച്ചാണ്. ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ടീച്ചർ ആവില്ലേ? ആവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.